കേട്ടോ. നമുക്ക് 84 ബൂത്ത് എണ്ണി, ഇനി 117 ബൂത്ത് എണ്ണാനുണ്ട്. ലീഡ് 21,000. ഞാൻ വരുന്നില്ല അല്ല ഇടയ്ക്ക് ഇട്ടാ സൈക്കിൾ എങ്ങോട്ടാ പോണേ
ശക്കല ആ ചെരുപ്പ് ഒന്ന് മാറ്റിയാൽ അവിടെ അമ്മയ്ക്കോളൂ ആ പൂയിങ്ങടുത്ത് ഹരി ഹരി പ്രിയപ്പെട്ടവരെ, ഒരു തെരഞ്ഞെടുപ്പ് കൂടി നിൽക്കുന്നവർ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി കണ്ട ഏറ്റവും വലിയ വിജയം എനിക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അതിന് കാരണം എൻ്റെ പിതാവ് തന്നെയാണ്. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ 14ാമത്തെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമ്മളോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഞാനന്ന് പറഞ്ഞ പോലെ എന്നും നിറസാന്നിധ്യമായി അദ്ദേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഇത്ര വലിയ വിജയം നമുക്ക് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല. ഇവിടുത്തെ ജനതയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെ ഓർത്ത് എനിക്ക് നിങ്ങൾ ചെയ്ത വോട്ട്, അദ്ദേഹത്തിന് കൊടുത്ത വിജയമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി കണക്കാക്കുന്നു. പുതുപ്പള്ളിയുടെ ജനതയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം കൊണ്ട് ഞാനത് പൂർത്തിയാക്കും. ഞാൻ പറഞ്ഞിരുന്നു 48 വീട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. എൻ്റെ ആഗ്രഹം അടുത്ത 5 വർഷം കൊണ്ട് 200 വീട് പൂർത്തിയാക്കാനാണ്. അതിന് എൻ്റെ ചെലവിലേക്ക് വന്ന ബാക്കി എല്ലാ തുകയും, എൻ്റെ ചെലവ് കഴിഞ്ഞ് കുറച്ച് തുക വന്നിട്ടുണ്ട്, ആ തുക ഫൗണ്ടേഷനിലേക്ക് ഞാൻ കൈമാറുന്നതായിരിക്കും. ഇലക്ഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ദിവസം ഈ രൂപ മുഴുവൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ മാറ്റി ഇവിടെയുള്ള ആളുകൾക്ക്, അത് വീടിനും മരുന്നിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൈമാറുന്നതായിരിക്കും. എന്ന അവസരത്തിൽ എനിക്ക് വാക്കുകളില്ല. ഇത്ര വലിയ വിജയം ഞാൻ പ്രതീക്ഷിച്ച ഒന്നല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി നന്നായി വരുമെന്ന് വിചാരിച്ചെങ്കിലും ഇത്ര വലിയ വിജയം, അതിന് നിങ്ങളോട് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഒരിക്കൽ കൂടി കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോടും നന്ദി പറയുകയാണ്. കാരണം ഇത് ഉമ്മൻചാണ്ടിയുടെ വിജയമായിട്ടാണ് ഈ വിജയത്തെ ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, ഞാൻ 30ഓളം സ്ഥലങ്ങളിൽ പോയി, എൻ്റെ സഹോദരി അതുപോലെ തന്നെ പല സ്ഥലത്ത് പോയി. എല്ലായിടത്തും ഉമ്മൻചാണ്ടിക്കായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത്. എന്നെയല്ല പ്രതീക്ഷിക്കുന്നത്, അപ്പയെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് ഉമ്മൻചാണ്ടിയുടെ വിജയമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ സമർപ്പിക്കുന്നു. പുതുപ്പള്ളിയിലെ ജനതയോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് എന്നും പാലിക്കും എന്ന് മാത്രം പറയാൻ അവസരം എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി നമ്മുടെ ചങ്ങനാശ്ശേരി സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റ് മേടിച്ച് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. പള്ളി വന്ന് ഒരിക്കൽ കൂടി പള്ളിയിൽ കയറും. അതിനുശേഷം മണ്ണർകാട് പള്ളി, മണ്ണർകാട് അമ്പലം, അമ്പാടി ദേറ, അതുപോലെ തന്നെ നമ്മുടെ SNDPയുടെ മീനടത്തെ അമ്പലം, ഒപ്പം വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രം, ഇതെല്ലാം
എൻ്റെ പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. എനിക്ക് അഭിമാനമുണ്ട്, പുതുപ്പള്ളിയെ പറ്റി അഭിമാനമുണ്ട്. ഇങ്ങനൊരു നാടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇത്രയും സ്നേഹത്തിലൂടെ ജീവിക്കുന്നൊരു നാട്, എല്ലാ വ്യത്യാസങ്ങൾക്കപ്പുറം സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു ജനത, അത് പുതുപ്പള്ളി ഫെസ്റ്റിൽ കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ പെന്നുവില ക്ഷേത്രത്തിൻ്റെ വികസനം എൻ്റെ നമ്പർ 1 അജണ്ടയാണ്. കാരണം അപ്പയുടെ ആഗ്രഹമായിരുന്നു അത് പൂർത്തിയാക്കുക എന്നുള്ളത്. അത് നമ്മൾ 15 ലക്ഷം രൂപ കല്യാൺ സിൽക്സിൽ നിന്ന് ജൂവലേഴ്സിൽ നിന്ന് മേടിച്ചു കൊടുത്തു. ഇനി ബാക്കി സർക്കാർ ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. അതുപോലെ നമ്മുടെ പുതുപ്പള്ളിയുടെ വികസനം, പ്രത്യേകിച്ച് റോഡുകളുടെ കാര്യത്തിൽ വളരെയധികം കൺസേൺ ഉണ്ട്. എനിക്കറിയാം, നിങ്ങൾക്കെല്ലാം ഏക വിഷമം എന്നോട് പറയാനുള്ള റോഡാണ്. അത് പുതിയ സർക്കാർ 6 മാസം കൊണ്ട് തന്നെ അത് ചെയ്യും. നമ്മുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഞാൻ പ്രത്യേക പരിഗണന, നമുക്കറിയാം തലപ്പാടിയിലെ ആശുപത്രി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ടേക്കപ്പ് ചെയ്യും ഈ അവസരത്തിൽ. അതുപോലെ തന്നെ എൻ്റെ പിതാവിനെ അപമാനിച്ചാണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വരാൻ ഇരുന്നൊരു പരിപാടി, ആ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ തടഞ്ഞത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. എനിക്കറിയില്ല എന്താണ് ഇത്രയും വൈരാഗ്യം. പുതുപ്പള്ളിയോട് വൈരാഗ്യം, പുതുപ്പള്ളി റോഡുകളോട് വൈരാഗ്യം, വികസനത്തോട് വൈരാഗ്യം. അവസാനം ഇതാ ഞങ്ങളുടെ സ്ക്വയർ പോലും, ഉമ്മൻചാണ്ടിയുടെ പേരിൽ കൊടുത്ത സ്ക്വയർ പോലും അനുവദിക്കാത്തത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയോട് എനിക്ക് ആദ്യം അഭ്യർത്ഥിക്കാനുള്ള ആ സ്ക്വയർ ഒന്ന് അനുവദിച്ചു തരണം. ഇവിടുത്തെ ജനങ്ങളുടെ പഞ്ചായത്തിൻ്റെ ആവശ്യം, പ്രതിപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമേയം പാസ്സാക്കിക്കൊണ്ട് എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്ന പ്രമേയം പാസ്സാക്കി കൊണ്ടുവന്നത്. എന്നിട്ടും അവന് പോലും അനുമതി കൊടുക്കാതെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ തടഞ്ഞ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയാണ്. അത് പുതുപ്പള്ളി മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മൊത്തം കൊടുത്ത വിധിയെഴുത്താണ്. അത് ഉമ്മൻചാണ്ടിക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ നീതിയാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോട് പലതവണ വിഷമം പറഞ്ഞിട്ടുണ്ട്, ഈ കല്ലറ കെട്ടിയിട്ടില്ല, ഈ കല്ലറ, എൻ്റെ മാതാവ് ഉൾപ്പെടെ. പക്ഷെ എനിക്ക് വലിയ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. വളരെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പുതിയ മുഖ്യമന്ത്രി ചുമതലയേൽക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചുമതലയേൽക്കുന്നതനുബന്ധിച്ച് തന്നെ ഈ കല്ലറ കെട്ടുമെന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് ഞാനത് വാക്കുകൊടുത്ത് ഈ കല്ലറ കെട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് സമാധാനമാകും എന്നുള്ള കാര്യം.